പോവാട്ടോ. പല സ്ക്രീനിലായിട്ട് ഒരുപാട് ഹലോ ഡേവിഡ് കണ്ടോ ആള് വന്നു. ബോംബൊക്കെ സെറ്റ് ചെയ്ത് പറപ്പിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ മേടിച്ചാലോ, ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാം. അല്ലെങ്കിൽ അതാ ഒരു യുദ്ധവിമാനം അവിടെ ഇങ്ങനെ പറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡിറ്റോച്ചുമ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫാബിയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ചരിത്രം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കനേഡിയൻ വാർപ്ലെയിൻ ഹെറിറ്റേജ് മ്യൂസിയമാണ്. അപ്പോൾ ആ മ്യൂസിയത്തിൽ വന്നാണ് അതിൻ്റെ കുറച്ച് കാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വരുന്നത്. നമ്മുടെ കൂടെ ഫാബിയുണ്ട്, കുഞ്ഞപ്പനുണ്ട്, ലൂക്കാച്ചനുണ്ട്. ഇപ്പോൾ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇനി അവിടെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറും. അപ്പോൾ നമ്മൾ എൻട്രൻസിന് അങ്ങോട്ട് പോവാണ്. ഇവിടെ നോക്കി, ഇവിടെ വരുമ്പോഴേ നമ്മളൊരു RCAF 641 എന്നൊക്കെ പറഞ്ഞിട്ടൊരു എൻ്റെ അമ്മ ഒരു യുദ്ധവിമാനത്തിൻ്റെ ഒരു കാണിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. സംഭവം നൈസല്ലേ. ലൂക്കാച്ച നല്ല ഉറക്കം. അവിടെ പുറത്ത് നല്ല തണുപ്പുണ്ട്, മഞ്ഞ കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് എൻട്രൻസ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. കനേഡിയൻ വാർപ്ലെയിൻ ഹെറിറ്റേജ് മ്യൂസിയം. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാട്ടോ. ഓ, സോ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഇവിടെ പല സ്ക്രീനിലായിട്ട് ഒരുപാട് വീഡിയോസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഓരോ വീഡിയോസ് ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലീഡർഷിപ്പ് ആൻഡ് ഇൻസ്പിറേഷൻ കണ്ടോ, ഇതാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കാൻ പറഞ്ഞു. ഇവിടെ നിന്നു നേരെ നമ്മൾ ഈ സ്റ്റോറി ഫുള്ള് കാണുക. ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്തത്തെ ചെല്ലുക, അടുത്തത്തെ ചെല്ലുക. അങ്ങനെ എല്ലാ സ്ക്രീനിലും ഓരോ സ്റ്റോറീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറീസൊക്കെ കാണുക. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഞങ്ങളിങ്ങനെ കുറേ നേരം ഇതിൻ്റെ അകത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തിട്ട് ഇറങ്ങുമ്പോൾ ടു മ്യൂസിയം ഗാലറി. അപ്പോൾ ഇതിൽ എക്സിറ്റ് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഈ പുള്ളി ആരാന്നറിയോ? ഈ പുള്ളിയാണ് സ്പിറ്റ്ഫയർ പൈലറ്റ്, റോയൽ കനേഡിയൻ എയർഫോഴ്സിൻ്റെ സ്പിറ്റ്ഫയർ പൈലറ്റ് ആയിരുന്നു. പുള്ളി കിട്ടിയിട്ടുള്ള മെഡൽസാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ നമ്മൾ കയറി നിന്നിട്ട് ഹലോ ഡെനീസ്. Hi, I'm Dennis James Bradley, founding member of the Canadian Warplane Heritage Museum. നമ്മളിവിടെ നിന്നിട്ട് ഇങ്ങനെ എല്ലാം സംസാരിച്ച് ചോദിച്ചപ്പോഴത്തേനും ആൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ പുള്ളിയാണ് ഇവിടുത്തെ ഫൗണ്ടർ, കനേഡിയൻ വാർപ്ലെയിൻ ഹെറിറ്റേജ്, ഡെനിസ് ബ്രാൻലി. ഓ, ഞങ്ങൾ പോയിക്കോണേ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മൾ അടുത്ത ആളുടെ അടുത്തേക്ക് പോവാണ്. കറക്റ്റാണ് ഇത് അടുത്ത ആൾ. നമുക്കിവിടെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക, അങ്ങോട്ട് പറയാം ഹലോ ഡേവിഡ്. കണ്ടോ, ആൾ വന്നു. Hello, I'm David. Hi. Squadron Leader David Goldberg. I'd like to tell you about my experiences as a pilot in the Second World War. Should I start at the beginning and tell you about enlisting, tell you about my training, or do you want to hear about my war experiences? Where would you like to start? About war experiences. After a long and hard training period in various training units, and then my assignment as a flight instructor, was finally sent overseas, first to Scotland. There, I also flew a Spitfire for the first time. Flew many operations where nothing much happened. But then, in March 8, 1944, not much choice. Just a chance to try the Spitfire and glide then from... Thank you. Goodbye, David. All right. Well, it was nice chatting with you. Goodbye. Bye bye. അപ്പോൾ നമ്മൾ അടുത്ത ആളുടെ അടുത്തേക്ക് പോകും കേട്ടോ. അങ്ങനെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ
വ്യക്തിമുദ്ര പതിപ്പിച്ച കുറേ ആൾക്കാരാണ്. Well, hello. My name is Irene Sobering. I was born on New Year's Eve, 1921, in Brandon, Manitoba. I grew up in St. James near Winnipeg. My mother died when I was 7 years old, and my father worked as a car salesman while I was in 1942. Try again. Goodbye. ഇതിനകത്ത് കയറിയാലേ നമുക്ക് ബാക്കിയൊക്കെ കാണാം അല്ലേ. ഇത് വലിയൊരു പ്ലെയിന്. കാനഡയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വ്യോമസേന മ്യൂസിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയേ. ഇവിടെ ഒരുപാട് വാർ പ്ലെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരെണ്ണം അതിലൊരു വാർ പ്ലെയിൻ ആണ് കേട്ടോ. Snowed different shape. സാമ്പിളിങ് സ്നോയുടെ ഷേപ്പ്. മെഷറിങ് വിൻഡർ, അതിൻ്റെ ഒരു എക്യുപ്മെൻ്റാണ് ഈ കാണുന്നത്. ഇവിടെ നോക്ക് എങ്ങനെയാന്ന് നോക്കടി, ഇങ്ങനെ ചെയ്ത് നോക്കും. കാനഡയിലെ സൈനിക വിമാനങ്ങളുടെ ചരിത്ര സൂക്ഷിക്കാനായി 1972 ഈ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 40-ലധികം ചരിത്ര പ്രധാന വിമാനങ്ങൾ ഇവിടെയുണ്ട്. അതിൽ പലതും ഇങ്ങനെ വർക്കിംഗ് കണ്ടീഷനിലാണ്. നിനക്കൊരു കാര്യം അറിയോ, ഇവിടെ 40-ലധികം വിമാനങ്ങളുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ വിമാനങ്ങളും പറക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞു. അതെ, സത്യമായിട്ടും. ഇവിടെ ഒരുപാട് ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ചെറിയ ഇവൻറ്റ്സ് ഒക്കെ നടക്കാറുണ്ട് ഇവിടെ. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ വന്ന് കണ്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വരിക. ഇവിടേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണുക. നമ്മളിപ്പോൾ കാണുന്ന ഈ കൂറ്റൻ വാർ പ്ലെയിൻ ഉണ്ടല്ലോ, ഇവനാണെങ്കിൽ ലോകത്തെ 2 ലാൻകാസ്റ്ററുകളുണ്ട് പറക്കാൻ പറ്റുന്ന, അതിൽ ഒരുത്തനാണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ബോംബൊക്കെ സെറ്റ് ചെയ്ത് പറപ്പിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അടിയിൽ കണ്ടോ, അവിടെയൊക്കെയാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പറപ്പിക്കുന്നത്. എന്തായാലും കൊള്ളാം. അതിൻ്റെ ആ വീലൊക്കെ കണ്ടോ, വമ്പൻ വീല. ഇതിപ്പോൾ എല്ലാം ഓയിലൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തിടുന്ന ഒരു പ്രക്രിയയിലാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. എല്ലാമാരുടെയും മൂടിയൊക്കെ തുറന്നു വെച്ചേക്കുവാണ്. ഇതേണ്ട ഒരു വമ്പൻ വേറൊരുത്തൻ അവിടെ കിടക്കുന്നു. എന്ന് വെച്ചാൽ ഇവരെല്ലാം മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇതെല്ലാം റണ്ണിങ് കണ്ടീഷനിൽ എപ്പോഴും നിൽക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇവർ ഓയിലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഒരുപാട്
വിമാനങ്ങൾ നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. അത് നോക്കൂ, എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി. ഇതിൻ്റെ അകത്തൂടെ പോയാൽ എനിക്കൊരു കുന്തോ മനസ്സിലാകുന്നില്ല കേട്ടോ, ഒന്നും മനസ്സിലാകത്തില്ല. പെട്ടെന്ന് നോക്കിയാൽ അവിടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1972 അതാണ്, അത് നടന്നു ഇത് നടന്നു എന്നൊക്കെ ഭയങ്കര ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ആൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ കാനഡയിൽ ഇവിടെ ഉണ്ടെങ്കിൽ, ഹാമിൽട്ടണിലുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് കാണുക, എന്തായാലും കൊള്ളാം. നമ്മുടെ ഹെറിറ്റേജ് മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെയാണ് നമ്മളുടെ ഹാമിൽട്ടൺ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും DHLൻ്റെ ഒരു യൂണിറ്റ്. ഇവിടെ ഇൻ്റർനാഷണൽ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ കാർഗോ വഴിയൊക്കെ വരുന്നതൊക്കെ നമുക്ക് അവിടുന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ 1-2 സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോഴത്തേനും നമുക്ക് DHL ആണ്, അവരാണ് നമുക്കത് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത്. അപ്പോൾ കാർഗോ ജെറ്റ് അവിടെ കിടക്കുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ വരുന്നു. ഇവിടുന്ന് നമ്മുടെ ആ ഒരു ഔട്ട്ലെറ്റിൽ വന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് എല്ലാ സംഭവങ്ങളും പാക്ക് ചെയ്ത് നമ്മുടെ അഡ്രസ്സിലോട്ട് നമുക്ക് എത്തിച്ചു തരും. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗിയറും സാധനങ്ങളും എല്ലാ സംഭവം അവിടെ ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ഇതൊക്കെ പറപ്പിച്ച് കളിക്കണം അല്ലേ, രസമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ മേടിച്ചാലോ? നമ്മുടെ ലൂക്കാച്ച നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആശാൻ എണീറ്റിട്ടുണ്ടെങ്കിൽ അച്ചറം പുച്ചറം കരച്ചിലായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ അവനെ എണീപ്പിക്കുന്നില്ല. ഞങ്ങളിതിൽ ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങ് പോവുകയാണ്. പിന്നെ ഇവിടെ ഏവിയേഷൻ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏവിയേഷൻ്റെ ഗിഫ്റ്റ് ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങി ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ കൂട്ടുകാർക്കോ ആർക്കും വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അങ്ങനെ അതുമായിട്ട് റിലേറ്റഡുള്ള ഏവിയേഷനുമായിട്ട് റിലേറ്റഡുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. കുഞ്ഞപ്പന് വേണോ? ഇവൻ എല്ലായിടത്തും പോകുമ്പോൾ ഓരോന്ന് എടുക്കാറുണ്ട്. ഇപ്പോൾ എന്നാ സാറാ തന്നെ ആടി പോവോ? ടീഷർട്ട്, ഒരുപാട് ബുക്സ് ഉണ്ട്, കുഞ്ഞു കളിപ്പാട്ടങ്ങൾ, ടോയ്സ്, അങ്ങനെ ഒരുപാട് സ്റ്റിക്കേഴ്സ്. മോളിൽ കൂടെ കുഞ്ഞു ഒരുപാട് വിമാനങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ നമ്മുടെ വീട്ടിലെ സെയിം ആനക്കുട്ടൻ അല്ലേ, അവൻ തന്നെയല്ലേ ഇത്? അജു മേടിച്ചോണ്ട് ലൂക്കാച്ചന് മേടിച്ചോണ്ട് ഇത് ഗിഫ്റ്റ് മേടിച്ചോണ്ടിരുന്ന ആനക്കുട്ടൻ. അതിൻ്റെ ചെറിയവനുണ്ട്, വലിയവനുണ്ട്, അതിൽ വലിയവനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ 436 RCAF ബേസ്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രയിലാണ്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നത്തെ അപേക്ഷിച്ച് ഇന്ന് അത്യാവശ്യം നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. കൊണ്ട് പുറത്തേക്ക് നോക്കൂ, അതാ ഒരു യുദ്ധവിമാനം അവിടെ ഇങ്ങനെ പറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. ലൂക്കാച്ചൻ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. കയറിയപ്പോഴും ഉറക്കം, ഇറങ്ങിയപ്പോഴും ഉറക്കം. ഇതിനുള്ളിലായിരുന്നു നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് പോയി കണ്ടത്. അകലെയായിട്ട് അതിൻ്റെ നമ്മുടെ യുദ്ധത്തിൻ്റെ പടനായകൻ പടക്കപ്പൽ ഓടിക്കുന്നുണ്ട്.
ഓടിച്ച് വയറിളക്കുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹാമിൽട്ടൺ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ഈ മ്യൂസിയവും. അപ്പം അതിമനോഹരമായ കുറേ കാഴ്ചകളായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.